Good afternoon. PDF കാണാമോ? Good afternoon. Good afternoon. Okay. Triage instructions പറയല്ലേ എടുത്തത് സാസ്റ്ററിലെ. Okay. ഓക്കെ, നമ്മളിപ്പോ ഏത് ഫേസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്? ഡിസാസ്റ്റർ ഫേസ് ആണ് അല്ലെ? ഡിസാസ്റ്റർ നടക്കുന്ന ഒരു ഘട്ടമാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രയൽ ഇൻസ്ട്രക്ഷൻസ് വരെ ഇതിൽ പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞ എന്താണ്? റൂട്ട് ടു അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയ. അതായത് ഓരോ പേഷ്യൻസിനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷം എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഏരിയസിലേക്ക് മാറ്റും. ഏതൊക്കെ ഏരിയാസ് ആണ് അതിൽ വരുന്നതാണ് എന്ന് നോക്കുന്നത് കേട്ടോ. ഓക്കെ, ട്രീറ്റ്മെന്റ് ഏരിയാസ് ഏതൊക്കെയാണ്? എമർജൻസി റൂം, സർജറി, ഡെലിവറി സ്യൂട്ട്, ICU, OPD, റേഡിയോളജി, എമർജൻസി റൂം, സൈക്കാട്രി, മെഡിക്കേഷൻ റൂം, സെമിനാർ റൂം. ഓക്കെ, ഓരോ നോക്കാം. എമർജൻസി റൂം. എമർജൻസി റൂമിൽ എങ്ങനെയുള്ള കേസസ് ആണ് വരുന്നത്? ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ് ആയിരിക്കും അല്ലെ? ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ്, ലൈഫ് ത്രെട്ടനിങ് ആൻഡ് ഹെമറേജസ് അല്ലെ? ബഹിരക്തസ്രാവം മുതലായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെയാണ് എന്ത് എമർജൻസി റൂമിൽ വരുന്നത്. അതായത് ജീവന് ഭീഷണിയുള്ള എല്ലാ ടൈപ്പ് ഓഫ് കേസസും എന്തിൽ വരുന്നുണ്ട്? എമർജൻസി റൂം ഏരിയാസിൽ വരുന്നുണ്ട് കേട്ടോ. ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാലോ? നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റൻഷൻ കൊടുക്കേണ്ട അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കേസുകളാണ് അതിൽ വരുന്നത്. ഓക്കെ, പേജ് നമ്പർ പറഞ്ഞു കൊടുക്കൂ. 65.
Okay. Second area എന്ന് പറയുന്നത് ഏതാണ്? സർജറി. Serious casualties, chest, abdominal trauma, open fractures, etc. ഏതൊക്കെ കേസസ് ആണ് സർജറിയിൽ വരുന്നത്? സീരിയസ് ആയിട്ടുള്ള കാഷ്വാലിറ്റീസ്, ചെസ്റ്റ്, അബ്ഡോമിനൽ ട്രോമാസ്, ഓപ്പൺ ഫ്രാക്ചേഴ്സ് ഒക്കെ. ഓക്കെ, ഓപ്പൺ ഫ്രാക്ചേഴ്സ് തുറന്നുകൊണ്ട് ഒടിവുകളൊക്കെ ഇല്ലേ, അതെ. ദെൻ ഡെലിവറി സ്യൂട്ടിൽ വരുന്ന എന്താണ്? ഡെലിവറി സ്യൂട്ടില് വുമൺ ഇൻ ലേബർ, കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രഗ്നൻസി, ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ. ഡെലിവറി സ്യൂട്ടിൽ വരുന്ന ഏതൊക്കെയാണ്? വുമൺ ഇൻ ലേബർ, കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രഗ്നൻസി, ട്രോമാറ്റൈസ്ഡ് pregnant woman. എന്താണ് traumatized pregnant woman എന്ന് പറയുന്നത്? ഏത് തരം കേസസ് ആണത്? traumatized pregnant woman എന്ന് പറയുന്നത് എങ്ങനെയുള്ള കേസസ് ആണ്? കേട്ടിട്ടില്ല നിങ്ങൾ അങ്ങനെ ഒരു കേസസ്? പ്രീപാർട്ടം ഡിപ്രഷൻ ആണോ? ആണോ? പോസ്റ്റ്പാർട്ടം എല്ലാം പറയുന്നുണ്ടല്ലോ. ഒരുതരം ട്രോമയാണല്ലേ? എന്ത് സിറ്റുവേഷൻ ആണ് ഇവിടെ? അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ തന്നെ എന്താണ് ഗുരുതരമായിട്ടുള്ള ബാധിക്കുന്ന അവസ്ഥയാണ്. അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം തന്നെ ഡെലിവറി സ്യൂട്ട്സിൽ വരുന്ന കേസസുകളാണ് കേട്ടോ. ദെൻ ഐസിയുല് എന്താണ് വരുന്നത്? ഐസിയു ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ വരുന്ന കേസുകൾ മെഡിക്കൽ എമർജൻസീസ് അല്ലെ? ഐസിയുല് വരുന്നത് മെഡിക്കൽ എമർജൻസീസ്. ഒ പി ഡിയിൽ വരുന്ന എന്താണ്? ഒ പി ഡിയില് ഇവിടെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. നിങ്ങളുടെ ടെസ്റ്റിൽ കറക്റ്റ് ആണോ? ഒ പി ഡി ഏരിയയിൽ അൺസാൽവേജബിൾ കേസസ് തന്നെയാണോ എടുക്കുന്നത്? ഔട്ട് പേജ് ഡിപ്പാർട്ട്മെന്റില് അത് മാറ്റി കൊടുക്കുക കേട്ടോ. അവിടെ എന്താണ് വരേണ്ടത്? ഒ പി ഡിയിൽ വരേണ്ടത് ഏതൊക്കെയായിരിക്കണം? മൈനർ ഇഞ്ചുറീസ് ഉണ്ടോ? മൈനർ എമർജൻസി റൂമിൽ കിടക്കുന്ന മൈനർ ഇഞ്ചുറീസും ആംബുലേറ്ററി പേഷ്യൻസ് ഒക്കെ ഒ പി ഡി ഏരിയയിലേക്കാം. ദെൻ അൺസാൽവേജബിൾ കേസസ് എങ്ങോട്ടേക്ക് മാറ്റണം? എമർജൻസി റൂമിലേക്ക് കേട്ടോ. അതൊന്ന് തിരുത്തണേ. ഒ പി ഡി ഏരിയയിൽ കിടക്കുന്ന അൺസാൽവേജബിൾ കേസസ് നമ്മൾ എമർജൻസി റൂമിലേക്ക് മാറ്റാം. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? ഞാൻ റേഡിയോളജി, ഫ്രാക്ചേഴ്സ് ടു ഓർത്തോപീഡിക്സ് ആൻഡ് റേഡിയോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അതായത് ഫ്രാക്ചേഴ്സ് ഏത് ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ്? അത് ഓർത്തോപീഡിക്സിലാണ് അല്ലെ? ഒടിവ്, ചതവ് മുതലായ മറ്റ് എല്ലാത്തരം സ്ട്രെയിൻ അല്ലെ, എല്ലാം ലുക്ക് അല്ലെങ്കിൽ ഒടിവ്, ചതവ് എല്ലാം തന്നെ ആ ഒരു ഏരിയയിലായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. എമർജൻസി റൂമിലാണ് എന്ത് വരുന്നത്? അൺസാൽവേജബിൾ കേസസുകൾ. അൺസാൽവേജബിൾ കേസസ് എന്ന് പറയുന്നത് നമുക്ക് സംരക്ഷിക്കാൻ കഴിയാത്ത അല്ലെ, സംരക്ഷിക്കാൻ കഴിയാൻ പറ്റാത്ത കേസസുകളാണ് അൺസാൽവേജബിൾ കേസസ് എന്ന് പറയുന്നത്. എമർജൻസി റൂംസിലായിരിക്കുള്ള അത്തരത്തിലുള്ള പേഷ്യൻസ്. ദെൻ സൈക്കാട്രിയിൽ വരുന്നത്, സൈക്കാട്രിക് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ഹിസ്റ്റീരിയ, ബിഹേവിയറൽ എമർജൻസീസ്. ഹിസ്റ്റീരിയ എന്ന് പറയുന്നത് എന്താണ്? ഹിസ്റ്റീരിയ സൈക്കോളജിക്കൽ ആയിട്ട് ഡിസോർഡർ ആണ് കേട്ടോ. ഹിസ്റ്റീരിയ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ്. നമ്മള് അതായത് സീഷ്യസ് ഒക്കെ വരുന്നത് പോലെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഫിയർ കാണിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ. ലോസ് ഓഫ് സെൻസേഷൻ ആണ് ആ ഒരു
ഡിസോർഡറിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഹിസ്റ്റീരിയ. സൈക്കോളജിക്കൽ ഡിസോർഡർ. പിന്നെ മറ്റ് ബിഹേവിയർ എമർജൻസീസ് കേസുകളെല്ലാം തന്നെ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ്സ് ആയിരിക്കുമല്ലോ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഈ ബിഹേവിയർ എമർജൻസി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോ ഈ ഒരു ഡിസാസ്റ്റർ ഒക്കെ സംഭവിക്കുമ്പോൾ ചിലർക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കാണുന്ന ദുരന്തങ്ങൾ കാണുമ്പോൾ മാനസികമായിട്ട് തകർന്നു പോകുന്ന ആൾക്കാരുണ്ട് അല്ലെ. അങ്ങനെയുള്ള കേസസും ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത് കേട്ടോ. ചിലപ്പോ ചിലവർ മിണ്ടാതായി പോകാം, അല്ലെങ്കിൽ ടെൻഷൻ മൂലം മറ്റു തരത്തിലുള്ള വിഭ്രാന്തികളൊക്കെ കാണിക്കുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, സ്വന്തം എന്താണ് അവരുടെ എല്ലാവരും നഷ്ടപ്പെട്ടതിന് ശേഷം തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന സമയത്ത് ചിലപ്പോ ആ ഒരു നോർമൽ ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ കാണിച്ചിരിക്കണം. അത്തരം കേസസ് ഒക്കെ എന്തിലായിരിക്കും വരുന്നത്? സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ്സിലായിരിക്കും വരുന്നത് കേട്ടോ. പിന്നെ വേണ്ടപ്പെട്ടവരുടെ മരണം, ഓക്കെ, അതൊക്കെ എന്താണ് ഇത്തരം പ്രോബ്ലംസിലേക്കും അവരെ നയിച്ചേക്കാം. ഇൻ കേസ് ഇനി ചിലപ്പോ എന്താണ് ഇതേ കേസ് ചെറുപ്പം മുതലുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോ ജഡ്ജ് ഉടനെ ഇതേപോലത്തെ പ്രോബ്ലംസ് ഉള്ളവരും ഈ ഒരു വിഭാഗത്തിലായിരിക്കും ചികിത്സ കൊടുക്കുന്നത്. ഓക്കെ, ഇതെല്ലാം തന്നെ ഡിസാസ്റ്റർ സിറ്റുവേഷൻസിൽ ഫേസിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ മെഡിറ്റേഷൻ റൂംസ്. ആർക്ക് വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ റൂംസ്? ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെ. അപ്പോൾ ബിഹേവിയറൽ എമർജൻസീസിൽ വന്ന അതേ കാറ്റഗറീസ് ഇതിലും നമുക്ക് പറയാം. മെഡിക്കേഷൻ റൂംസ് ആർക്ക് വേണ്ടിയിട്ടാണ്? ഏതുതരം ആൾക്കാർക്കാണ്? ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ സെമിനാർ റൂം ആർക്ക് വേണ്ടിയിട്ടാണ്? സെമിനാർ റൂം അൺഇഞ്ചേർഡ് ഓർ ഡിസ്ചാർജ് ഓഫ് പേഷ്യൻസ് ഓർ റിലേറ്റീവ്സ്. ട്രീറ്റ്മെന്റ് ഏരിയാസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അതിൽ ലാസ്റ്റ് വൺ വരുന്നത് എന്താണ്? സെമിനാർ റൂം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അത് സെമിനാർ റൂം. അൺഇഞ്ചേർഡ് ഡിസ്ചാർജ് ഓഫ് പേഷ്യൻസ് ഓർ റിലേറ്റീവ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് ഏരിയാസ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? എമർജൻസി റൂം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ്. എമർജൻസി റൂമിൽ പ്രധാനമായിട്ടും വരുന്ന ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ് ആണ്. ലൈഫ് ത്രെട്ടനിങ്, ഹെമറേജ് ഒക്കെ ഉള്ള കണ്ടീഷൻസ് ആണ് അതിൽ വരുന്നത്. സർജറിയില് സീരിയസ് ആയിട്ടുള്ള കാഷ്വാലിറ്റീസ്, ചെസ്റ്റ് അബ്ഡോമിനൽ ട്രോമ, ഓപ്പൺ ഫ്രാക്ചേഴ്സ്. ഡെലിവറി സൂട്ടിലാണ് വുമൺ ഇൻ ലേബർ, കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രഗ്നൻസി, ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ. ഐസിയുയിൽ വരുന്നതാണ് എന്താ? മെഡിക്കൽ എമർജൻസീസ്. OPD വരുന്നത് മൈനർ ഇഞ്ചുറീസ് ആൻഡ് ആംബുലേറ്ററി പേഷ്യൻസ്. ദെൻ റേഡിയോളജിയിലെ ഫ്രാക്ചേഴ്സ്. എമർജൻസി റൂമിൽ അൺസാൽവേജബിൾ കേസസ്. സൈക്കാട്രിയിൽ വരുന്ന കേസസ് ഏതൊക്കെയാണ്? ഹിസ്റ്റീരിയ, ബിഹേവിയറൽ എമർജൻസീസ്. മെഡിക്കേഷൻ റൂം ആൻഡ് ഇമോഷണലി ഡിസ്റ്റർബ്ഡ് പേഷ്യൻസിന് വേണ്ടിയിട്ട്. സെമിനാർ റൂമോ അൺഇഞ്ചേർഡോ ഡിസ്ചാർജ് പേഷ്യൻസോ റിലേറ്റീവ്സിന് വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഏരിയാസ് ഒക്കെ തരംതിരിച്ചിരിക്കുന്നത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാമോ? നമ്മൾ ആ സമയത്ത് ട്രയേജ് ചെയ്ത് ഓരോ ഏരിയാസിലേക്കും എല്ലാ പേഷ്യൻസിനെയും മാറ്റി. അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് എന്താണ് ഈ 10 ഏരിയാസിലേക്കും എന്താണ് ഓരോ പേഷ്യൻസിനെ മാറ്റിയതിനു ശേഷം എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഡെഫിനിറ്റ് കെയർ ഇനിഷ്യേറ്റഡ് ആസ് സൂൺ ആസ് പോസിബിൾ അല്ലെ. എത്രയും പെട്ടെന്ന് നമ്മൾ എന്താണ് കൃത്യമായ രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. ഓക്കെ, കൃത്യമായ പരിചരണം എത്രയും വേഗം പേഷ്യൻസിന് കൊടുക്കുക. ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലുള്ളവരെ പേഷ്യൻസിന് എന്താണ് എത്രയും പെട്ടെന്ന് തന്നെ വൈകാതെ തന്നെ ആയിരിക്കണം ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, then data received record and directed to the business office, admitting office and public relation office for coordination and release. Okay, എന്താ പറയുന്നത്? data record, data received, recorded and directed to the business office, admitting office and public relation office for coordination and release. നമ്മൾ ഓരോ ഏരിയാസിലേക്കും പേഷ്യൻസ് ആയി കഴിയുമ്പോൾ കൃത്യമായിട്ട് എന്താണ് ഏതൊക്കെ ഏരിയാസിലാണ് ഓരോ പേഷ്യൻസ് ഉണ്ടെന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡാറ്റ നമുക്ക് റിസീവ് ചെയ്യും. ആ ഡാറ്റ കൃത്യമായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യണം. ബിസിനസ് ഓഫീസിലേക്ക് ഡയറക്റ്റ് എന്നത് റെക്കോർഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താണ് അഡ്മിറ്റിംഗ് ഓഫീസും പബ്ലിക് റിലേഷൻ ഓഫീസും ആണ് അത്തരം ഡീറ്റെയിൽസ്, പേഷ്യൻസിന്റെ ഡാറ്റാസിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്ത് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും ഓരോ ഏരിയയിലേക്കും പേഷ്യൻസ് എത്രത്തോളം വന്നു എന്നുള്ളതിന്റെ അതിന് ശേഷമേ നമുക്ക് ആ കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എത്ര പേഷ്യൻസ് ആണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ളത്, എന്തൊക്കെ കേസസ് ആണെന്നുള്ളത് അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, then patient who are discharged are directed to admitting or discharge office.
ഇനി ഏതെങ്കിലും പേഷ്യൻസ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ അവിടെ നേരിട്ട് നമ്മൾ എങ്ങോട്ടേക്കാണ് വിടുന്നത്? ഏതെങ്കിലും പേഷ്യൻസ് ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ ഡയറക്റ്റിംഗ് ടു അഡ്മിറ്റിംഗ് ഓർ ഡിസ്ചാർജ് ഓഫീസിലേക്കായിരിക്കും നമ്മൾ ആ പേഷ്യൻസിനെ വിടുന്നത്. Then disaster chief or medical director, director of nursing, CEO may authorize an all clear announcement. അങ്ങനെ ആവശ്യമായിട്ടുള്ള ചികിത്സകൾ കൊടുത്ത് അവരുടെ ഡയറക്ടേഴ്സ് ഒക്കെ റെക്കോർഡ് ചെയ്ത് ഡിസ്ചാർജ് ആവേണ്ട പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം എന്താണ് ഡിസാസ്റ്റർ ചീഫോ അല്ലെങ്കിൽ മെഡിക്കൽ ഡയറക്ടറോ ഡയറക്ടർ ഓഫ് നഴ്സിംഗോ സിഇഒ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏത് പേഴ്സണും എന്ത് അനൗൺസ് ചെയ്യുന്നു? ഓൾ ക്ലിയർ അനൗൺസ്മെന്റ്. എന്താണ് ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്? ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് ഡിസാസ്റ്ററിലെ ആ ഒരു ഘട്ടം അവസാനിപ്പിച്ചു എന്നുള്ള ഒരു കോഡാണ് ശരിക്കും. ആ ഒരു ഘട്ടം അവസാനിച്ചു അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുത്ത് ആവശ്യമുള്ള പേഷ്യൻസ് നമ്മൾ ഡിസ്ചാർജ് ചെയ്തു. ദെൻ ആ ഡിസാസ്റ്റർ ഫേസിന്റെ അവസാനം അല്ലെങ്കിൽ അതെല്ലാം ക്ലിയർ ആയി എന്നുള്ളൊരു പുറപ്പെടുവിക്കലാണ് എന്ത് ഓൾ ക്ലിയർ അനൗൺസ്മെന്റ്. അത് ആരായിരിക്കും പുറപ്പെടുവിക്കുന്നത്? ഡിസാസ്റ്റർ ചീഫോ അല്ലെങ്കിൽ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും അത് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ. Then the telephone operator will then make an all clear announcement over the public address system. System ആണ് public address system. She or he will announce code green. Okay. Then ഈ ഒരു അനൗൺസ്മെന്റിന് ശേഷം ടെലിഫോൺ ഓപ്പറേറ്റർ ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് പബ്ലിക്കിന് അഡ്രസ് ചെയ്യുന്ന രീതിയിൽ ഒന്നുകൂടി അനൗൺസ് ചെയ്യും. ഓക്കെ. അതായത് അവിടെ ഒരു കോഡാണ് അവർ പുറപ്പെടുവിക്കുന്നത്. ഏത് കളർ കോഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്? ഓൾ ക്ലിയർ അനൗൺസ്മെന്റിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കോഡ് ഗ്രീൻ ആണ് കേട്ടോ. കോഡ് ഗ്രീൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഓൾ ക്ലിയർ അനൗൺസ്മെന്റിന് വേണ്ടിയിട്ടാണ് ടെലിഫോൺ ഓപ്പറേറ്റേഴ്സ് പ്രത്യേകിച്ച് പബ്ലിക്കിന് അഡ്രസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളത് അനൗൺസ് ചെയ്യും. ഓക്കെ. അതായത് ഡിസാസ്റ്റർ ഘട്ടം അവസാനിച്ചു എന്നുള്ളതാണ് അവിടെ ആ ഒരു ഗ്രീൻ കോഡ് കൊണ്ട് നമ്മള് എല്ലാം ക്ലിയർ ആയെന്നുള്ള അനൗൺസ്മെന്റ് ആണ് അവിടെ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോ പിള്ളേര്? ഒരു വട്ടം കൂടി പറയാം. കാര്യം മനസ്സിലായില്ലേ? ഞങ്ങളെ ഓരോ ബേസിക് ആയിട്ട് പഠിക്കണുള്ളൂ, അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഓരോന്ന് പതിയെ പുറയിലോട്ട് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിസാസ്റ്റർ ഘട്ടമാണ്. ഡിസാസ്റ്റർ ഘട്ടത്തിൽ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് എന്താണ്? ഓരോ പേഷ്യൻസിനെ നമ്മൾ ട്രയൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അവരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് മാറ്റി. അപ്രോപ്രിയേറ്റ് ഏരിയാസ് എന്ന് പറയുന്നതാണ് ഈ ട്രീറ്റ്മെന്റ് ഏരിയകൾ. ഓരോ ഏരിയാസിലും പേഷ്യൻസിനെ കൊണ്ടുപോയിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് കൊടുത്തു? ഡെഫിനറ്റ് ആയിട്ടുള്ള കെയർ അവർക്ക് കൊടുത്തു. അതിനുശേഷം അവരുടെ റെക്കോർഡ്സുകള് കംപ്ലീറ്റ് റെക്കോർഡ്സ് നമ്മൾ എന്താണ് അത് റിസീവ് ചെയ്തത് റെക്കോർഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഡിസ്ചാർജ് ആവേണ്ട പേഷ്യൻസിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താണ് ഓൾ ക്ലിയർ ആയി. ബാക്കിയുള്ള പേഷ്യൻസിന് കൊടുക്കേണ്ടവർക്ക് ചികിത്സ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഡിസ്ചാർജ് ആവേണ്ടവർ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെന്താണ് എല്ലാം ഓക്കെ ആയതിനു ശേഷം മാത്രം ആരെങ്കിലും ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത് ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ. അത് തന്നെ ടെലിഫോൺ ഓപ്പറേറ്ററും പിന്നെ എന്താണ് പബ്ലിക്കിന് അഡ്രസ് ചെയ്യുന്ന രീതിയിൽ ഒന്നുകൂടി അനൗൺസ് ചെയ്ത് കോഡ് ഗ്രീൻ പുറപ്പെടുവിക്കും. കോഡ് ഗ്രീൻ എന്ന് പറയുന്നത് എന്താണ്? ഡിസാസ്റ്റർ ഘട്ടം അവസാനിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അനൗൺസ്മെന്റ് അവർ നടത്തുന്നത്. ഓക്കെ. അത്രയല്ലേ ഉള്ളത്? Yes. Then disaster deactivation, demobilization phase. നോക്കൂ, ഡിസാസ്റ്റർ ഡീആക്ടിവേറ്റ് ചെയ്യണം. നമ്മൾ ആ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് ഇത്രയും നേരം ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഡിസാസ്റ്റർ ഘട്ടത്തില്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ അത് ഡീആക്ടിവേറ്റ് ചെയ്യണം. ഡീആക്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പിൻവലിക്കണം അല്ലെ? അപ്പോൾ ഡിസാസ്റ്റർ ഡീആക്ടിവേഷന്റെ മറ്റൊരു പേരാണെന്ത്? ഡീമൊബിലൈസേഷൻ ഫേസ് കേട്ടോ. ഡിസാസ്റ്റർ ഡീആക്ടിവേഷന്റെ മറ്റൊരു പേരാണ് ഡീമൊബിലൈസേഷൻ ഫേസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. Declaring the disaster to be over, the decision to deactivate the hospital emergency plan should be taken after exact evaluation of the situation by the incident commander and other hospital administrators. Okay. നമ്മുടെ ഡിസാസ്റ്റർ എപ്പോഴാണ് പിൻവലിക്കാൻ തുടങ്ങുന്നത്? നമ്മൾ പറഞ്ഞു എല്ലാ പേഷ്യൻസിനും ട്രീറ്റ്മെന്റ് കൊടുത്തു, ദെൻ അവരെ ആവശ്യമുള്ളവരെ ഡിസ്ചാർജ് ചെയ്ത് അല്ലാത്തവരെ നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ഇനി ഇൻസിഡന്റ് കമാൻഡർ, അദ്ദേഹമാണ് ഡിസാസ്റ്റർ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ഇൻസിഡന്റ് കമാൻഡർ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ഹോസ്പിറ്റൽസിലെ എല്ലാ എമർജൻസി പ്ലാൻസുമായി ബന്ധപ്പെട്ടതെല്ലാം ചെക്ക് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹവും അഡ്മിനിസ്ട്രേറ്റേഴ്സും കേട്ടോ, ഇൻസിഡന്റ് കമാൻഡറും അഡ്മിനിസ്ട്രേറ്റേഴ്സും ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഡിസാസ്റ്റർ ഘട്ടം നമ്മൾ പിൻവലിക്കുന്നത്. അത് അവസാനിച്ചാൽ മാത്രമേ നമ്മൾ, അതായത് എല്ലാവർക്കും ട്രീറ്റ്മെന്റ് കൊടുത്ത് ഓരോരുത്തരെ ഡിസ്ചാർജ് ചെയ്ത് അഡ്മിറ്റ് ചെയ്താലും മാത്രമേ നമ്മൾ ആ ഘട്ടം അവസാനിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, the reactivation should not be too early or premature, too late. എന്താ ഇവിടെ പറയുന്നത്? ഈ ഡീആക്ടിവേറ്റ് ചെയ്യാന്ന് പറയും. ദുരന്തം പ്രഖ്യാപിച്ചത് എത്രയും പെട്ടെന്ന് പെട്ടെന്നൊക്കെ പിൻവലിക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അത് ഇവാലുവേറ്റ് ചെയ്ത് എല്ലാവരും ഓക്കെ ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്ലാൻ ഡീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. വേഗം ചെയ്യാനും പറ്റില്ല, ഒരുപാട് ലേറ്റ് ആക്കാനും പറ്റില്ല, അല്ലെ? ഒരുപാട് നേരത്തെ ആവാനും പാടില്ല, ഒരുപാട് ലേറ്റ് ആയിട്ടും ഡീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, കാരണം എന്താണ്? ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റീആക്ടിവേറ്റ് ദ എമർജൻസി പ്ലാൻ വൺസ് ഇറ്റ് ഹാസ് ബീൻ ഡിക്ലെയർഡ് ഓർ ബിക്കോസ് സ്റ്റാഫ് ടയർഡ്നെസ് സ്റ്റാർട്ട്സ് വിച്ച് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഓവർകം. അതായത് നമ്മളിത് എല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? ഓൾറെഡി സ്റ്റാഫുകൾ ഈ ഒരു ഡിസാസ്റ്റർ ഘട്ടത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ സ്റ്റാഫുകളും എന്താണ്, അത്യാവശ്യത്തിന് നല്ല രീതിയിൽ ടയർഡ് ആയിട്ടുണ്ട്. നമ്മളിത് പെട്ടെന്ന് എങ്ങനെ നിർത്തി കഴിഞ്ഞാൽ പിന്നീട് അത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത് പിന്നീട് ബുദ്ധിമുട്ടാണ്, അല്ലെ? അപ്പൊ എല്ലാം അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ, ഇവാലുവേറ്റ് ചെയ്തതിന് മാത്രമേ ഇൻസിഡന്റ് കമാൻഡർ ഇതിന്റെ നിർദ്ദേശം ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് പുറപ്പെടുവിക്കുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, രണ്ടാമത് സ്റ്റാഫുകളെ കൊണ്ട് പിന്നീട് അത് റീസ്റ്റാർട്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് അവർ ഓൾറെഡി ടയേർഡ് ആയിട്ടുണ്ടാവും, അല്ലെ? പിന്നീട് അത് റീസ്റ്റാർട്ട് ചെയ്യാവുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് സിറ്റുവേഷൻ ഒക്കെ നോക്കിയിട്ട് മാത്രമേ ഇവർ എന്ത് ചെയ്യുള്ളൂ? ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് പുറപ്പെടുവിക്കുള്ളൂ കേട്ടോ. മനസ്സിലായോ? അത് ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് താല്പര്യമുള്ളതുകൊണ്ട് തന്നെയല്ലേ ഈ കോഴ്സ് എടുക്കുന്നത്, അല്ലേ? ജോയിൻ ചെയ്തിരിക്കുന്നത് പഠിക്കാൻ താല്പര്യമുള്ള ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? യെസ്. ഓക്കെ, ഇനി ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ കഴിഞ്ഞു. ഇനിയുള്ളത് പബ്ലിക് റിലേഷൻസിന് ഈ ഒരു ഘട്ടത്തിൽ ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്? അതായത് ഡിസാസ്റ്റർ അവസാനിച്ചു, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സിന് ഈ ഒരു സമയത്ത് ചെയ്യാനുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ, ഇഷ്യൂ ഇൻഫർമേഷൻ ആൻഡ് മെസ്സേജ് ടു മീഡിയ. എന്താണ് ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്? ഇഷ്യൂസ് ഇൻഫർമേഷൻ ആൻഡ് മെസ്സേജസ് ടു മീഡിയ. മാധ്യമങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള സന്ദേശങ്ങൾ കൊടുക്കുക, ഇൻഫർമേഷൻസ് പാസ് ചെയ്യണം. കാരണം എന്താണ്, നമ്മുടെ ഡിസാസ്റ്റർ തുടക്കം മുതൽ കംപ്ലീറ്റ് ഇപ്പൊ നമ്മൾ കാണുന്ന ന്യൂസിൽ കാണുന്ന റിപ്പോർട്ട്സുകളൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് കൊടുത്തിട്ടാണ് ആ ഇൻഫർമേഷൻസ് നമുക്ക് ന്യൂസിൽ കാണാൻ പറ്റുന്നത്. ആണോ? ഇപ്പൊ എത്ര പേർക്ക് 45 പേർക്ക് ഗുരുതരാവസ്ഥയിലാണ്, അല്ലെങ്കിൽ 5 പേര് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറില്ലേ? കണ്ടിട്ടില്ലേ ന്യൂസില്? ആ ഇൻഫർമേഷൻസ് ഒക്കെ ആര് വഴിയാണ് അറിയുന്നത്? മീഡിയ, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് അത്തരം ഇൻഫർമേഷൻസ് അവർക്ക് പകർന്നു കൊടുക്കുന്നത്. ആ ഡിസാസ്റ്റർ ഘട്ടം അവസാനിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലെ? എത്ര പേർ ഇഞ്ചേർഡ് ആയിട്ടുണ്ട്, എത്ര പേർക്ക് ഗുരുതരാവസ്ഥയിലുണ്ട്, എത്ര പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്, ഓക്കെ, ഇനി എത്ര പേർക്ക് കിട്ടാനുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഓക്കെ, then acts as a mediator between administration and the patient relatives. ഈ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ആരുടെ ഇടയില്?
അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഷ്യന്റ് റിലേറ്റീവ്സ്. അഡ്മിനിസ്ട്രേഷനും പേഷ്യന്റ് റിലേറ്റീവ്സിന്റെ ഇടയിൽ ഒരു മീഡിയേറ്റർ എന്ന റോളാണ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് കൈകാര്യം ചെയ്യുന്നത്. എല്ലാ ഇൻഫർമേഷൻസും പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് വഴിയാണ് പേഷ്യന്റ് റിലേറ്റീവ്സ് വരെ കൃത്യമായിട്ട് അറിയുന്നത്. ഓക്കെ. Then centralizes information about casualties. Centralizes information about casualties. എന്താണ് centralizes information about casualties? പബ്ലിക് റിലേഷന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഡ്യൂട്ടിയാണ് എന്ത്? ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക? ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാന്നാണ് അവരുടെ ഡ്യൂട്ടി. സെൻട്രലൈസ് ചെയ്യുക അല്ലെ എല്ലാ ഇൻഫർമേഷൻസ്, പ്രത്യേകിച്ച് കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസ് സെൻട്രലൈസ് ചെയ്യുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ. ദെൻ കൺട്രോൾസ് ഓൾ ഫോട്ടോഗ്രാഫ്സ്. കൺട്രോൾസ് ഓൾ ഫോട്ടോഗ്രാഫ്സ് എന്താ പറയുന്നത്? കൺട്രോൾസ് ഓൾ ഫോട്ടോഗ്രാഫ്സ്. നമുക്കൊരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് എല്ലാ ഫോട്ടോസും നമുക്ക് അവൈലബിൾ ആവാറുണ്ടോ? ഇതിനകത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇല്ല, ചില കേസസ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കാറുള്ളൂ അല്ലെ. ഓക്കെ. അത് പൂർണ്ണമായിട്ട് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് അത് കൺട്രോൾ ചെയ്തത് കൊണ്ടാണ് പല ഫോട്ടോഗ്രാഫ്സും പുറത്തു വിടാത്തത്. പല കേസസുകളും ചിലപ്പോൾ പലരുടെ കേസുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്ന സീരിയസ് ആയിട്ടുള്ള കേസുകൾ ഉണ്ടാവുക. അപ്പോൾ മീഡിയ അതിനകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും എടുക്കാൻ ശ്രമിക്കുക. എന്നിരുന്നാൽ പോലും എന്താണ് അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് കേട്ടോ. എല്ലാ ഫോട്ടോഗ്രാഫ്സുകളും കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യും. Then prepare and post updated casualty list. ഈ കൺട്രോൾ ഓഫ് ഫോട്ടോഗ്രാഫ്സ് എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പൊ അതിലേതെങ്കിലും മോശമായിട്ടുള്ള ഫോട്ടോസ് വേണമെങ്കിൽ അവർക്ക് എടുക്കാം, അല്ലെങ്കിൽ എന്ത് കുപ്രചാരം എന്നൊക്കെ പറയില്ല, വേറെ രീതിയിലുള്ള ന്യൂസസ് ഒക്കെ വേണമെങ്കിൽ പുറപ്പെടുവിക്കാനായിട്ട് അവർക്ക് ചില ഫോട്ടോഗ്രാഫ്സ് മതിയാവും. ഓക്കെ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പല ചിത്രങ്ങൾ എടുക്കുന്നത് നിരോധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ. പക്ഷെ അനുവദനീയമായ സമയത്ത് മീഡിയനെ കയറ്റുകയും ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു ഫോട്ടോസ് എടുക്കാനായിട്ട് അവർ അനുവദിക്കുകയും ചെയ്യും. അല്ലാത്ത സമയങ്ങൾ എന്താണ് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യും. ഓക്കെ. Then prepare and post updated to casualty list. Prepared and post updated to casualty list. എന്താ പറയുന്നത്? കാഷ്വാലിറ്റി ലിസ്റ്റുകൾ കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്ത് പോസ്റ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതും ആരാണ്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് കേട്ടോ. ഇതെല്ലാം തന്നെ ഡിസാസ്റ്റർ അവസാനിച്ച ഘട്ടമാണ് ഇത് ചെയ്യുന്നത്. പബ്ലിക് റിലേഷന്റെ പ്രധാന ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു സമയത്ത് മീഡിയക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് മെസ്സേജസ് പാസ് ചെയ്യുന്നു. പിന്നെ അഡ്മിനിസ്ട്രേഷനും പേഷ്യൻസിന്റെ ഇടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇൻഫർമേഷൻ കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ ഇൻഫർമേഷൻസും സെൻട്രലൈസ് ചെയ്യുന്നു. ഫോട്ടോഗ്രാഫ്സുകൾ നിയന്ത്രിക്കുന്നു. ദെൻ കാഷ്വാലിറ്റി ലിസ്റ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും ആരാണ്? PRD ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് കേട്ടോ. ഓക്കെ. ക്ലിയർ അല്ലേ അത്? യെസ്. നെക്സ്റ്റ് വരുന്നത് ഇൻ ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഴ്സണൽ remain in their area, defer all daily activities. ഇവിടെ എന്താ പറയുന്നത്? ഇൻ ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഴ്സണൽ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സിലെ സ്റ്റാഫുകളുടെ അല്ലെ അവരുടെ ഡെയിലി ആക്ടിവിറ്റി, പ്രത്യേകിച്ച് ഒരു എമർജൻസി സിറ്റുവേഷൻസിലെ ഒരു ഡെയിലി ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഈ ഒരു സ്പേസിൽ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ തന്നെയല്ലേ കൊടുത്തിരിക്കുന്നത്? ടെക്സ്റ്റിൽ ഇങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. എന്നിരുന്നാൽ കൂടിയും ഡിസാസ്റ്റർ ഘട്ടം അവസാനിച്ചാൽ പോലും എന്താണ് അവരെ പ്രിപ്പയർഡ് ആയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണെന്നുള്ള രീതിയിൽ നമുക്കതിനെ മനസ്സിലാക്കാം. ഓക്കെ. അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്? Be prepared to receive and help disaster casualty in urgent life-saving measures. ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? എപ്പോ വേണമെങ്കിലും ഒരു ലൈഫ് സേവ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നേക്കാം. എങ്ങനെയാണെങ്കിൽ പോലും എന്താണ് റിസീവ് ചെയ്യാനായിട്ട് അവരെപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം അല്ലെ. എപ്പോഴും വേണമെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോ എപ്പോഴും തന്നെ ആയിരിക്കണം അത് റിസീവ് ചെയ്യാനായിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. പിന്നെ
അത് മാത്രമല്ല പ്രിപ്പയർഡ് ആവുക എന്ന് പറഞ്ഞാൽ ലൈഫ്സ് സേവ് ചെയ്യാൻ എല്ലാ മെഷേഴ്സും അവർക്ക് ഉപയോഗിക്കാനായിട്ടും സാധിക്കണം. ഓക്കെ, അതിൽ എല്ലാ രീതിയിലും ട്രെയിനിങ്സ് ഒക്കെ കിട്ടിയ ട്രെയിനിങ്സ് കിട്ടിയ വ്യക്തികൾ തന്നെ ആയിരിക്കണം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സിലും ഉണ്ടാക്കുന്നത്. See that extra nurses are assigned from the floors. Extra nurses are assigned from the floors. എന്താണ് പറയുന്നത്? എക്സ്ട്രാ നഴ്സസ് എവിടെ ഉണ്ടായിരിക്കണം? അധികമായിട്ടും ഓരോ നഴ്സുമാരെ നമ്മൾ ഓരോ ഫ്ലോറിലും നിലനിർത്തേണ്ടതാണ് അല്ലെ? ഓരോ ഫ്ലോറിലും എന്താണ് അധിക നഴ്സസുകൾ, എക്സ്ട്രാ നഴ്സസുകൾ നമ്മൾ പ്രത്യേകിച്ച് അസൈൻഡ് ഏരിയാസിൽ നിർത്തേണ്ടതാണ്. Then are accountable that crash cards are brought in kept in readiness in the triage area. Accountable that crash cards are brought in kept in readiness in the triage area. What is crash cards? കണ്ടിട്ടുണ്ടോ നിങ്ങൾ crash cards എന്താണെന്ന്? കാർഡ് കണ്ടിട്ടുണ്ടോ അല്ലെ? കാർഡ് ഹോസ്പിറ്റലിലെ crash cards എന്ന് പറയുന്നത് എന്താണ്? അത് എപ്പോഴും സജ്ജമായിരിക്കണമെന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് ട്രയേജ് ഏരിയയില്. ഞാൻ പറയാതിലൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ക്രാഷ് കാർഡ്സിൽ പേഷ്യൻസിന് വേണ്ട പ്രത്യേകമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. മെഡിക്കേഷൻസ് ഉണ്ടാവും, മാസ്ക്, ഡിവൈസസുകള്, മറ്റ് കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഡിവൈസസ് എല്ലാം തന്നെ, സപ്പോർട്ടീവ് ഡിവൈസസ് എല്ലാം തന്നെ ഇതിലുണ്ടായിരിക്കും, ക്രാഷ് കാർഡ്സിൽ ഉണ്ടായിരിക്കും. പിക്ചറായി കാണിച്ചതാണ്. നമുക്കത് എങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വലിച്ചെടുക്കുന്നവരല്ലേ എമർജൻസി റൂമില് ട്രോളി വലിക്കുന്നത് പോലെ തന്നെ ഉണ്ടോ ഫ്രഷ് കാർഡ്? കാണിച്ചുതരാം, നോക്കിയേ, കാണാമോ? പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, കാണാത്തവരുണ്ടാവുള്ളൂ, ഒന്ന് കാണിച്ചു. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഏത് സൈഡിലേക്ക് വേണമെങ്കിൽ വലിച്ച് എടുക്കാവുന്നതാണ്. ഇത് താഴെ ഉണ്ടാവും ഇതേപോലെ വീൽസ് ഉണ്ടാവും അല്ലെ? പ്രത്യേകിച്ച് ഒരു ട്രൈനേജ് ഏരിയയിൽ എന്താണ്, അതിലെല്ലാത്തരം മെഡിക്കേഷൻസ് ഡിവൈസിലെല്ലാം തന്നെ നമുക്ക് ഇതിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കും. അങ്ങോട്ട് ഇങ്ങനെ ഓരോ പേഷ്യൻസിന്റെ അടുത്തേക്ക് ഇങ്ങനെ വലിക്കാൻ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ? കാഷ്വാലിറ്റിയിലേക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം ഒരു ക്രാഷ് കാർഡ്സ് എപ്പോഴും എന്താണ് അവൈലബിൾ ആയിരിക്കണം. അതെവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഓരോ പേഴ്സൺസിനും അറിയിക്കണം. Then make sure that a portable X-ray machine brought and kept in emergency department. Make sure that portable X-ray machine, ഒരു പോർട്ടബിൾ ആയിട്ടുള്ള X-ray machines എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്നുള്ളത് നിർബന്ധമായിട്ട് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പോ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സിലെ പേഴ്സണൽ എപ്പോഴും വില്ലിംഗ് ആയിട്ടിരിക്കുന്ന കുറച്ച് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ വരുന്ന കുറച്ച് കാര്യമാണ് എന്താ, ഒന്ന് ഒരു പ്രത്യേകിച്ച് ലൈഫ് സേവിങ് സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റിനെ റിസീവ് ചെയ്യാൻ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് കൊടുത്ത് അവർ ലൈഫ് സേവ് ചെയ്യാനായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കുക. പിന്നെ ഓരോ ഫ്ലോസിൽ എന്താണ് എക്സ്ട്രാ നഴ്സസുകൾ ഉണ്ടായിരിക്കണം. പിന്നെ പ്രത്യേകിച്ച് ട്രയേജ് ഏരിയാസിൽ ക്രാഷ് കാർഡ്സിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. പോർട്ടബിൾ എക്സ്പ്രസ് മെഷീൻസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടായിരിക്കണം അവരുടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ അത്? ഇനി ഇവിടെ സെക്യൂരിറ്റി ഓഫീസേഴ്സിന്റെ പ്രധാന ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഒരു ഡിസാസ്റ്റർ നടക്കുന്ന ഘട്ടത്തില് അല്ലെങ്കിൽ ആ ഒരു ഘട്ടം അവസാനിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള ഒരു സെക്യൂരിറ്റി ഒരു സുരക്ഷാ സംവിധാനത്തിന്റെ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണെന്നാണ് നമുക്ക് നോക്കാം. സം ഓഫ് ദ ഡ്യൂട്ടീസ് അസിസ്റ്റഡ് ഇതൊക്കെയാണ് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ വർക്കിംഗ് ക്ലോസ് കോപ്പറേഷൻ വിത്ത് ലോക്കൽ പോലീസ്. ലോക്കൽ പോലീസുമായിട്ടൊരു നല്ലൊരു ക്ലോസ് റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കണം. ക്ലോസ് കോപ്പറേഷൻ വിത്ത് ലോക്കൽ പോലീസ്. പ്രത്യേകിച്ച് സെക്യൂരിറ്റി ഓഫീസേഴ്സിന് എന്താണ് ലോക്കൽ പോലീസുമായിട്ട് നല്ലൊരു സഹകരണത്തിലൂടെ ആയിരിക്കണം അവര് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, മെയിൻറ്റെയിൻ ഓർഡർ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. സെക്യൂരിറ്റിയുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഹോസ്പിറ്റലിനകത്തും പുറത്തും എന്താണ് കൃത്യമായിട്ടുള്ള രീതിയിൽ ആശുപത്രിക്ക് അകത്തും പുറത്തും എന്താണ് ക്രമം പാലിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്, സെക്യൂരിറ്റീസിന്റെ ഡ്യൂട്ടിയാണ്. മെയിൻറ്റെയിൻ ഓർഡർ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. Then direct traffic so as not to block the free entry of patients carrying vehicles to and outside the hospital. Direct traffic so as not to block the free entry of patients carrying vehicles to and outside the hospitals.
എന്താണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്? ആശുപത്രിയിലേക്ക് ഈ ഒരു സമയത്ത് അകത്തേക്ക് പുറത്തേക്കുമായിട്ട് എന്താണ് ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടാവും അല്ലെ. അപ്പൊ അവിടെ കടന്നു വരുന്ന പേഷ്യൻസ് രോഗികൾ എന്താണ് അവർക്ക് യാതൊരു വിധത്തിലുള്ള ബ്ലോക്കേജസ് വരാതെ എന്താണ് പേഷ്യൻസിന് ഡയറക്റ്റ് ആയിട്ട് അകത്തേക്ക് കയറാനായിട്ട് പ്രവേശനം തടസ്സമില്ലാതെ കയറാനായിട്ടുള്ള ഒരു നിയന്ത്രണം അവിടെ സെക്യൂരിറ്റീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതായത് നിരവധി വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാവും അല്ലെ. പക്ഷെ പേഷ്യൻസിനെ കൊണ്ടുവരുന്ന സമയത്ത് എന്താണ് യാതൊരു വിധത്തിലുള്ള ബ്ലോക്കേജസ് അവിടെ ഉണ്ടാവാൻ പാടില്ല. അത് നിയന്ത്രിക്കേണ്ടത് ആരാണ്? സെക്യൂരിറ്റി ആണ് കേട്ടോ. Then fourth one, protect key installation of hospital. ഹോസ്പിറ്റലിൽ കീ ഇൻസ്റ്റാളേഷൻ പ്രൊട്ടക്ട് ചെയ്യാം. കീ ഇൻസ്റ്റാളേഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സ്, ഹോസ്പിറ്റൽ വർക്ക് ഏരിയാസ്, പവർ സ്റ്റേഷൻ, ജനറേറ്റർ, വാട്ടർ ടാങ്ക്സ്, വാട്ടർ സപ്ലൈ, ഇവയുടെയൊക്കെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം? ഒരിക്കലും അതിനെ പരിരക്ഷിക്കുകയാണ് വേണ്ടത്. അത് കൃത്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളോ മെയിൻ്റനൻസ് വരാനായിട്ട് ആ ഒരു സമയത്ത് പാടില്ല. വന്നാൽ തന്നെ അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സെക്യൂരിറ്റി ഓഫീസേഴ്സിന് കഴിഞ്ഞിരിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നമുക്കൊരു മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. ഓക്കെ, അപ്പോ ഹോസ്പിറ്റൽ എല്ലാത്തരം കീ ഇൻസ്റ്റാളേഷൻസും കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുക. പ്രത്യേകിച്ച് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് മുതൽ വാട്ടർ സപ്ലൈസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പരിരക്ഷിക്കുക. അതാരാണ്? സെക്യൂരിറ്റി ഓഫീസേഴ്സ് ആണ് കൈകാര്യം ചെയ്യുന്നത്. Then restrain and strictly control access to the hospital. Direct the entry of authorized person to appropriate areas. എന്താ പറയുന്നത്? Restrain and strictly control access to the hospital. Direct the entry of authorized persons to appropriate areas. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, അപ്പൊ മനസ്സിലാവും. ആംബുലൻസ് ടു എമർജൻസി, റിലേറ്റീവ്സ് ടു വെയിറ്റിംഗ് ഏരിയ, മീഡിയ ടു മീഡിയ റൂംസ്. അതായത് എന്താണ്? നമ്മൾ ഓരോ പേഴ്സൺസ്, പ്രത്യേകിച്ച് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങോട്ടാണ്, പേഷ്യൻസ് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങോട്ടാണ്, അതായത് ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള പ്ലേസ് ഉണ്ട്. അതിലേക്ക് മാത്രമായിരിക്കും, അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് മാത്രമായിരിക്കണം നമ്മൾ അവരെ കടത്തിവിടേണ്ടത്. ബാക്കിയുള്ളവർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ അവരെ കൺട്രോൾ ചെയ്യേണ്ടത്. ഇപ്പൊ നോക്കൂ, അതിന്റെ എക്സാമ്പിൾ ആണ് ആംബുലൻസിന് നമ്മൾ എങ്ങോട്ടാണ് കടത്തിവിടേണ്ടത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയിരിക്കണം. അതേപോലെ റിലേറ്റീവ്സിനെ വെയിറ്റിംഗ് ഏരിയാസിലേക്കും, മീഡിയനെ എങ്ങോട്ടായിരിക്കും കടത്തിവിടേണ്ടത്? മീഡിയ ടു മീഡിയ എക്സെട്ര. മനസ്സിലായോ? ഓരോരുത്തർക്കും അവർക്ക് പോകേണ്ട പ്ലേസസിൽ ഡയറക്റ്റ് ആയിട്ട് അവരെ കൺട്രോൾ ചെയ്ത് അതിലേക്ക് മാത്രം കടത്തിവിടുക. അത് കടത്തിവിടേണ്ടത് ആരാണ്? സെക്യൂരിറ്റി ഓഫീസേഴ്സ് ആണ്. ഓക്കെ. Then protect hospital personnel and patients. ഹോസ്പിറ്റലിലെ പേഴ്സൺസിനെയും പേഷ്യൻസിനെയും ഒരേപോലെ സംരക്ഷിക്കുക എന്നൊരു ഡ്യൂട്ടി സെക്യൂരിറ്റിയുടേതാണ് അല്ലെ. ഓക്കെ. Then all hospital personnel should wear identity cards. സുരക്ഷയുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഉറപ്പുവരുത്തേണ്ട മറ്റൊന്നാണ് എന്ത്? പേഴ്സണൽ എല്ലാ സ്റ്റാഫുകളും നിർബന്ധമായിട്ടും ID കാർഡ്സുകൾ വെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹോസ്പിറ്റലിലെ ജീവനക്കാരാണെന്ന് തിരിച്ചറിയുന്നതിനും പലതരത്തിലുള്ള അപകടങ്ങളിൽ രക്ഷപ്പെടുന്നതിനും വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ID കാർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും നിർബന്ധമായിട്ട് തന്നെ എന്താണ് ID കാർഡ്സുകൾ വെയർ ചെയ്തിരിക്കുക. ഓക്കെ, ഹോസ്പിറ്റലിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഡ്യൂട്ടീസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലോക്കൽ പോലീസുമായിട്ട് നമ്മളൊരു നല്ലൊരു വർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? ഹോസ്പിറ്റലിനകത്തും പുറത്തും നമ്മൾ നല്ല രീതിയിൽ ഓർഡേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ഓർഡേഴ്സ് പാലിച്ചിരിക്കുക. പിന്നെന്താണ്? പേഷ്യൻസിന് യാതൊരുവിധ തടസ്സം വരാതെ, ബ്ലോക്കേജസ് ഒന്നും ഇല്ലാതെ തന്നെ എന്താണ് ഹോസ്പിറ്റലിനകത്തേക്കും പുറത്തേക്കും വരുന്ന വാഹനങ്ങളുണ്ടെങ്കിൽ തന്നെ പേഷ്യൻസിന്റെ വരവിന് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങൾ ഇല്ലാതെ തന്നെ അവർക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ, ബ്ലോക്കേജ് വരാതിരിക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സുകൾ ചെയ്യുക. പിന്നെ ഹോസ്പിറ്റൽ ഇൻസ്റ്റാളേഷൻസ് എല്ലാം തന്നെ പ്രൊട്ടക്ട് ചെയ്യുക. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ജനറേറ്റേഴ്സ്, പവർ സ്റ്റേഷൻസ്, വാട്ടർ ടാങ്ക്സ്, വാട്ടർ സപ്ലൈ മുതലായിട്ടുള്ളവരുടെ ഇൻസ്റ്റാളേഷൻസ് പരിരക്ഷിക്കുകയാണെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ restrain and strictly control access the direct entry of authorized persons to appropriate areas. Authorized persons നമ്മൾ എന്ത് ചെയ്യണം? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് സ്ട്രിക്ട്ലി കൺട്രോൾ ചെയ്ത് മാറ്റണം. അതായത് ആംബുലൻസിന് എമർജൻസി ഏരിയയിലേക്കും, റിലേറ്റീവ്സിന് വെയിറ്റിംഗ് ഏരിയാസിലേക്കും, മീഡിയ റൂംസിലേക്കും മാത്രമാണ് കയറ്റിവിടേണ്ടത്. Then
ഹോസ്പിറ്റലിലെ പേഴ്സണലും പേഷ്യൻസിനെ സ്റ്റാഫുകളെ പേഷ്യൻസിനെയൊക്കെ നമ്മൾ ഒരേപോലെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക. എല്ലാ സ്റ്റാഫുകളും നിർബന്ധമായിട്ടും ID കാർഡ്സുകൾ വെയർ ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നത് ട്രയേജിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏതൊക്കെ ഏരിയാസിലേക്കാണ് പേഷ്യൻസിനെ മാറ്റുക എന്ന് പറഞ്ഞിരുന്നത് അല്ലെ. ഇനി ട്രയേജ് നമ്മൾ പേഷ്യൻസിനെ സോർട്ട് ഔട്ട് ചെയ്യുന്നതിനും, അതായത് അവരുടെ സിവിയറിറ്റി നോക്കിയിട്ടാണ് പേഷ്യൻസിനെ നമ്മൾ അവിടെ സോർട്ട് ഔട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണ് കാറ്റഗറി 1, 2, 3 എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുകയാണ്. അപ്പൊ ആദ്യം എന്താണ് ട്രയേജ് എന്ന് നോക്കാം. എന്താണ് ട്രയേജ് എന്ന process of sorting people based on their requirement for the immediate medical treatment as compared to their chance of benefiting from such care. Triage is done in emergency room disasters and wars when limited medical resources must be allotted to enhance the number of survivors. Triage എന്ന് പറയുന്നത് എന്താണ് എന്ന് വായിച്ചു നോക്കിയത്. ട്രയേജ് സിമ്പിൾ ടേംസിൽ നമുക്കറിയാം അല്ലെ, സോർട്ട് ഔട്ട് ചെയ്യുന്ന പ്രക്രിയയാണെന്ന് അറിയാം അല്ലെ. അതായത് അടിയന്തര വൈദ്യ ചികിത്സയുടെ ആവശ്യകത മനസ്സിലാക്കി നമ്മൾ പേഷ്യൻസിന് ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ട്രയേജ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അതായത് അവരെ തരംതിരിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അതിജീവിച്ച ആൾക്കാരാണ് അവിടെ വന്നിരിക്കുന്നത്. അതിജീവിച്ച ആൾക്കാരുടെ എണ്ണം പരിമിതപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ അവിടെ ആ ഒരു ട്രയേജ് പ്രോസസ് കൈകാര്യം ചെയ്യുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ ഹോസ്പിറ്റലിൽ വരുന്ന ട്രയേജ് ചെയ്യുന്ന എല്ലാ പേഷ്യൻസിനും എല്ലാത്തരം റിസോഴ്സസ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? എല്ലാത്തരം റിസോഴ്സസ് കൊടുത്തവരെ ചികിത്സിക്കാൻ പറ്റുമോ ഈ ഒരു സിറ്റുവേഷനില്? ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അല്ലെ, ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരുപാട് പേഷ്യൻസിന് പല കണ്ടീഷൻസ് ഉള്ളത് കൊണ്ട് ലിമിറ്റഡ് റിസോഴ്സസ് ഉണ്ടാവും. അപ്പൊ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ എന്ത് കൊടുക്കും? ഓരോരുത്തരും നമ്മൾ ചികിത്സിക്കാൻ അവരുടെ പ്രയോറിറ്റി നോക്കിയിട്ട്, അതായത് എല്ലാവർക്കും എല്ലാ റിസോഴ്സസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഏറ്റവും ഇൻജേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ആദ്യം ചികിത്സിക്കുന്നത്. ഒരിക്കലുള്ള ഏറ്റവും ക്രിട്ടിക്കൽ കണ്ടീഷൻസ് കാണിക്കുന്ന ആൾക്കാണ് ആദ്യം നമ്മൾ ആ റിസോഴ്സസ് കൊടുക്കുന്നത് അല്ലെ. എല്ലാവർക്കും എല്ലാ റിസോഴ്സസും നമുക്ക് കൊടുത്തുകൊണ്ട് അവർ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രയോറിറ്റി അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചിട്ട് അവരെ മാക്സിമം ലൈഫ് സേവ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത് അല്ലെ. എല്ലാവർക്കും ഒരേപോലെ കൊടുക്കാനായിട്ട് സാധിക്കും. യെസ്, ഇവിടെ പറയുന്നുണ്ടോ പ്രത്യേകിച്ച് ട്രയേജ് എമർജൻസി റൂംസിലും ഡിസാസ്റ്റേഴ്സ് വാർസ് അത്തരം സിറ്റുവേഷൻസ് നമുക്ക് സിറ്റുവേഷൻ നോക്കണം. എന്താണ് ഒരു ദുരന്തമാണ് നടന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരു ഓവർഫ്ലോ ആണ് പേഷ്യൻസിന്റെ അവിടെ വന്നിരിക്കുന്നത് അല്ലെ. നമ്മൾ 1-2 പേഷ്യൻസ് അല്ല ഉള്ളത്, നമ്പർ ഓഫ് പീപ്പിൾ എണ്ണം കൂടുതലാണ് അല്ലെ. അപ്പൊ അത്തരം സാഹചര്യത്തിൽ എല്ലാ റിസോഴ്സുകൾ കൊടുത്തുകൊണ്ട് എല്ലാ പേഷ്യൻസിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ പ്രയോറിറ്റി അനുസരിച്ച് അവരെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ട്രയേജ്. ഓക്കെ, മനസ്സിലായോ? ഇനി നമ്മൾ പറഞ്ഞ കാര്യം അനുസരിച്ചിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതാണ് കാറ്റഗറി 1, 2, 3, 4. ഓക്കെ, കാറ്റഗറി 1-ലുള്ള ഫസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട പേഷ്യൻസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള കാറ്റഗറി ആയിരിക്കും? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ അപ്രോക്സിമേറ്റ്ലി 20% സേവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. അതായത് പ്രയോറിറ്റി 1 കാറ്റഗറിയിൽ വരുന്നതാണ് ആര്? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റിൽ വരേണ്ട പേഷ്യൻസ്. അത് അവരെയാണ് നമ്മൾ ആദ്യം കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കാറ്റഗറി 1 എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, യെസ്. അതിലാരൊക്കെയാണ് വരുന്നത്? ഏതൊക്കെ കേസുകളാണ്? സിവിയർ ബ്ലീഡിങ്, ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്, ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ്, hypovolemic shock, extremely severe injured, facial burns to upper respiratory tract. അതായത് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ഫസ്റ്റ് കേസസുകളാണ് ഇതൊക്കെ. ഒന്നെന്താണ്? സിവിയർ ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അല്ലെ, സിവിയർ ബ്ലീഡിംഗ് ഉള്ള പേഷ്യൻസ്. അതേപോലെ തന്നെ എന്താണ്? ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്. എന്താണ് ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്?
ശ്വാസോച്ഛ്വാസം തടസ്സപ്പെടുന്ന സിറ്റുവേഷൻ അല്ലെ. അതായത് ശ്വാസോച്ഛ്വാസം തടസ്സപ്പെടുന്ന എയർവേ തടസ്സം സംഭവിക്കുന്നതാണ് എന്താ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. ദെൻ ന്യൂമോതൊറാക്സ്, അടുത്തൊരു സിറ്റുവേഷൻ ആണ് എന്ത് ന്യൂമോതൊറാക്സ്. എന്ത് തരം സിറ്റുവേഷൻ ആണത്? നമ്മുടെ ശ്വാസകോശത്തിനും നെഞ്ചിന്റെ ഭിത്തിക്കും ഇടയിൽ എയർ തങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്താ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ശ്വാസകോശത്തിനും നെഞ്ചിന്റെ ഭിത്തിക്കും ഇടയിലായിട്ട് അത് നമ്മുടെ പ്ലൂറൽ സ്പേസസ് അല്ലെ, ആ ഒരു പ്ലൂറൽ സ്പേസസിൽ എയർ തങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ത് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എയർ ആണ് തിങ്ങി നിൽക്കുന്നത് അല്ലെ. അപ്പൊ ഹീമോതൊറാക്സ് എന്തായിരിക്കും? ഹീമോതൊറാക്സ് എന്ന് പറയുന്നത് എന്ത് സിറ്റുവേഷൻ ആയിരിക്കും? ഹീമോ എന്താണ്? ഹീമോ, യെസ്, ബ്ലഡ് ആണ് അല്ലെ. ആണോ? ബ്ലഡ് ആണോ? യെസ്, വെരി ഗുഡ് ദൃശ്യ. അതായത് നമ്മുടെ നെഞ്ചിന്റെ ഭിത്തിയിലും ശ്വാസകോശത്തിന്റെ ഇടയിലുമുള്ള ഭാഗത്ത്, അതായത് ചെസ്റ്റും ആളിനും ലങ്സിനും ഇടയിലായിട്ടുള്ള പ്ലൂറൽ സ്പേസിൽ, ആ പ്ലൂറൽ സ്പേസസിൽ രക്തം കട്ട പിടിച്ച് അല്ലെങ്കിൽ രക്തം അടിഞ്ഞുകൂടുന്ന ഒരു ഗുരുതരമായിട്ടുള്ള സിറ്റുവേഷൻ ആണ് എന്ത് ഹീമോതൊറാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂമോതൊറാക്സിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വായു ആണ് തങ്ങി നിൽക്കുന്നത്. ഇവിടെ എന്താണ് ഹീമോതൊറാക്സ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്ലഡ് ആണ് അല്ലെ. അതായത് നമ്മുടെ ശ്വാസകോശത്തിനും നെഞ്ചിന്റെ ഭിത്തിയുടെ ഇടയിലായിട്ട് എന്ത് സംഭവിക്കുന്നു? അതായത് ആ പ്ലൂറൽ സ്പേസിൽ, പ്ലൂറൽ അറയിലാണ് രക്തം കട്ട പിടിച്ച രക്തം തങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻ. ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് കേട്ടോ. ഓക്കെ, അത്തരം സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹീമോതൊറാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നെഞ്ചിലേൽക്കുന്ന ആഘാതം മൂലമൊക്കെയാണ് ചിലപ്പോൾ സംഭവിക്കുന്നത്. നെഞ്ചിലേൽക്കുന്ന പല ആഘാതങ്ങൾ മൂലമാണ് ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത്. ചെസ്റ്റ് പെയിൻ, അതേപോലെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെയാണ് ഇതിന്റെ സിംറ്റംസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? പ്ലൂറൽ ക്ലാവിറ്റിയില് ബ്ലഡ് തങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് കേട്ടോ ഹീമോതൊറാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പിള്ളേരെ? ദെൻ ഹൈപ്പോവോളമിക് ഷോക്ക്, നമ്മളെ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കേസസുകളാണ് പറയുന്നത് കേട്ടോ. ഹൈപ്പോവോളമിക് ഷോക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈപ്പോവോളമിക് ഷോക്ക് എന്തിന്റെ കുറവ് മൂലമാണ് ഇത് സംഭവിക്കുന്നത്? ഡിഹൈഡ്രേഷൻ അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള നിർജ്ജലീകരണം മൂലം, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് അമിതമായിട്ട് രക്തം നഷ്ടപ്പെട്ടാലും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാം കേട്ടോ. അതായത് ഡീഹൈഡ്രേഷൻ മൂലം, അതായത് എന്താ പറയുന്നത്, കഠിനമായ ഡീഹൈഡ്രേഷൻ മൂലം അല്ലെങ്കിൽ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെട്ടാലും ഇതേ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അതും ഒരു ഗുരുതരമായിട്ടുള്ള ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട സിറ്റുവേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ് കേസസ്? എക്സ്ട്രീമിറ്റി സിവിയർലി ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഷ്യൻസ്. അതായത് എക്സ്ട്രീംലി സിവിയർ ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കേസസ് ആണ്. ദെൻ ഫേഷ്യൽ ബേൺസ്. ഫേഷ്യൽ ബേൺ എന്താണ്? ഫേഷ്യൽ ബേൺസ് എന്താ പിള്ളേരെ? ഫേഷ്യൽ ബേൺസ്, ഫേഷ്യൽ എന്താണ്? ബേൺ എന്താണ്? ഫേസിൽ എന്ത് സംഭവിക്കുന്നതാണ്? പൊള്ളല്. ഫേഷ്യൽ ബേൺസ് വെച്ചുള്ള പൊള്ളുന്ന സിറ്റുവേഷൻസ്. ഡിസാസ്റ്റർ ഏത് വേണമെങ്കിൽ അത് ഫ്ലഡ് അത് തന്നെയാണെന്നില്ല അല്ലെ. തീപിടുത്താണെങ്കിൽ എന്താണ്? പല രീതിയിൽ ഇതേപോലെ ഫേഷ്യൽ ബേൺസ് അമിതമായിട്ട് സംഭവിച്ച പേഷ്യൻസ് ഉണ്ടാവും. അവർക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതാണ് അല്ലെ. നെക്സ്റ്റ് ബേൺസ് ടു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്. അതെന്താണ് ബേൺസ് ടു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്? അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് വരുന്നത് ഏതൊക്കെയാണ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ വരുന്നത്? നമ്മുടെ മുകളിലെ ശ്വാസകോശ ലഘുലേഖയിലാണ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മൂക്ക്, വായ, തൊണ്ടയ്ക്കില്ലേ, മൂക്ക്, വായ, തൊണ്ട, അങ്ങനെ ശ്വാസനാള, യെസ്, അവിടെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ഇത്തരം രാസവസ്തുക്കൾ മൂലം അമിതമായിട്ട് പൊള്ളലേൽക്കുമ്പോൾ എന്താണ് വേറെ സിറ്റുവേഷൻ, നമുക്ക് ശ്വാസം നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. നമ്മുടെ ശ്വാസം തടസ്സപ്പെടുകയാണ് അല്ലെ. ഇവിടെ എന്തെങ്കിലും ബേൺസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുമോ? ശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല, ചുമക്കാൻ പറ്റില്ല, അത്തരം സിറ്റുവേഷൻസ്. ഓക്കെ, അതാണ് ബേൺസ് ടു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻ ആണ്, ഇത്തരം ബേൺസ് മൂലം സംഭവിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞത് എന്താണ്? ഇപ്പൊ കാറ്റഗറി 1 ആണ് അല്ലെ, ട്രയലേജിലെ കാറ്റഗറി 1 ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട, ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കേസുകളാണ് എന്ത്? ഒന്ന് സിവിയർ ബ്ലീഡിങ്,
obstruction of respiratory tract patients, pneumothorax, hemothorax situation, hypovolemic shock, extremely severely injured patients, facial burns, burns to upper respiratory tract patients. Okay. Yes. ബേസിക് ആയിട്ടുള്ള കേസുകൾ മാത്രം ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതൊന്നുമല്ല, ഈ കൂടുതൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന കേസസുകളുണ്ട്. എങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാനായിട്ട് നമുക്ക് ഇത്രയും ഭാഗമാണ് പഠിക്കാൻ തന്നിരിക്കുന്നത്. കാറ്റഗറി 1 വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? കാറ്റഗറി 1 ഏതെങ്കിലും സിറ്റുവേഷൻസ് മനസ്സിലാവുന്നുണ്ടോ അതില്? ഓക്കെ, ക്ലിയർ? നമ്മൾ പഠിച്ചത് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ട്രയേജിൽ അവിടെ ഇവർക്കാണ് ഈ റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെ. നെക്സ്റ്റ് അടുത്ത കാറ്റഗറി നോക്കുമ്പോൾ എന്താണ്? ഡിലൈഡ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ മതി പേഷ്യൻസ് അല്ലെ. ഡിലൈഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ 40% ചാൻസ് അല്ലെ. ഈ പ്രയോറിറ്റി 2 ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. എങ്ങനെയുള്ള കേസസ് ആയിരിക്കും അതൊക്കെ? ഡിലൈഡ് ട്രീറ്റ്മെന്റ് നമുക്ക് കുറച്ച് വൈകി ട്രീറ്റ്മെന്റ്സ് കൊടുക്കാൻ പറ്റുന്ന കേസസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഫ്രാക്ചേഴ്സ് അല്ലെ, ഒടിവുകൾ അല്ലെങ്കിൽ ഡിസ്ലൊക്കേറ്റഡ് ആവുക, ഡിസ്ലൊക്കേഷൻ സംഭവിക്കാം, അബ്ഡോമൻ ആയിട്ടുള്ള ഇഞ്ചുറീസ് അല്ലെ. അബ്ഡോമൻ ഇഞ്ചുറീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അബ്ഡോമൻ ഇഞ്ചുറീസ് അതുമായി സംബന്ധമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഇഞ്ചുറീസ് വരുന്നത്. തൊറാക്സ് എന്ന് പറയുന്നത് എന്താണ്? ചെസ്റ്റിന്റെ ഭാഗമാണ് അല്ലെ തൊറാക്സ് എന്ന് പറയുന്നത്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻസോ ഡിഫിക്കൽട്ടീസ് ചെറിയ രീതിയിൽ. യൂറോജെനിറ്റൽ ട്രാക്ട്. യൂറോജെനിറ്റൽ ട്രാക്ട് എന്താണ്? നമ്മുടെ യൂറിനറി സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ്, അതായത് യൂറിനറി സിസ്റ്റം നമ്മുടെ കിഡ്നീസ് അല്ലെങ്കിൽ മൂത്രനാളം അല്ലെങ്കിൽ ബ്ലാഡർ, അണ്ടാശയം ആ ഭാഗത്തൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ ഇറിറ്റേഷൻസ്, ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കേട്ടോ ആണ് യൂറോജെനിറ്റൽ ട്രാക്ട് ഉദ്ദേശിക്കുന്നത്. യൂറിനറി ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സിസ്റ്റംസ് അതിലും പെടും. ദെൻ സ്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്കൾ എന്താണ്? എന്താണ് പിള്ളേരെ? തലയാണോ? തലയോട്ടി അല്ലെ. തല വേറെ, ഒട്ടി വേറെ, തലയോട്ടി. ഓക്കെ, അത് ഇവിടെ എങ്ങനെ വരും? കാറ്റഗറി ഡിലൈഡ് ട്രീറ്റ്മെന്റിൽ എന്താണ് തലയോട്ടി വന്നിരിക്കുന്നത് ഇവിടെ? ഇതായിരിക്കും. താഴേക്ക് അടിച്ചു വീണ ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ. ചെറുതായിട്ടേക്കും തലമുട്ട് അല്ലെങ്കിൽ താഴേക്കും ജസ്റ്റ് വീണിട്ട് ചെറിയ പെയിൻ ഉണ്ടാവും അല്ലെ. ബാക്ക് സൈഡിലൊക്കെ പെയിൻ വന്നവർക്ക് ഈ തലയോട്ടിയുടെ ഭാഗത്ത് പെയിൻ ഉള്ള പേഷ്യൻസ് ഉണ്ടാവും. ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടത് അതും ഈ ഒരു കാറ്റഗറി 2 വരുന്നതാണ്. സ്കളിന് പെയിൻ വരുന്ന പേഷ്യൻസ്. ബ്രെയിൻ ഇവിടെ വരാമോ? കാറ്റഗറി 2 ബ്രെയിൻ വരേണ്ടത്? കാറ്റഗറി 2 കാറ്റഗറി 1 ബ്രെയിൻ വരേണ്ടത്? ആലോചിച്ച് നോക്കിയേ. കാറ്റഗറി 1 വരേണ്ടത്? യെസ്, അങ്ങോട്ട് മാറ്റിക്കോളൂ കേട്ടോ. ഓക്കെ, കാരണം ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടാവാം, ചിലപ്പോൾ പേഷ്യന്റ് മരിച്ചു പോകാനുള്ള കാരണമായേക്കാം അല്ലെ. പലതരത്തിലുള്ള സിറ്റുവേഷൻസ് അല്ലെ, അല്ലെങ്കിൽ കോമ പോലത്തെ സ്റ്റേജസ് ഒക്കെ ഉണ്ടാവാം അല്ലെ. ലോസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമുക്ക് അതെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കേസസുകളാണോ? ബ്രെയിനിൽ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ബ്ലീഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാറ്റഗറി 1 പറയാൻ പറ്റും അല്ലെ. പക്ഷെ ഇവിടെ അങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ബ്രെയിനിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കേസുകൾ പറയുകയാണെങ്കിൽ നമുക്ക് അത് പറയാം, അല്ലെങ്കിൽ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസീസസോ കേസസോ അല്ലെങ്കിൽ അപകടങ്ങൾ പറയുകയാണെങ്കിൽ കാറ്റഗറി 1 അത് കൊടുക്കാൻ. ലോസ് ഓഫ് കോൺഷ്യസ്നെസ് വെച്ചാൽ ചിലപ്പോൾ ആൾക്ക് ബോധമില്ലാത്ത അവസ്ഥയായിരിക്കും, റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല അല്ലെ. ചിലപ്പോൾ കണ്ണു തുറന്നിരിക്കുകയായിരിക്കും, ചിലപ്പോൾ മിണ്ടുന്നുണ്ടാവില്ല, സംസാരിക്കുന്നുണ്ടാവില്ല. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ അതും നമുക്ക് അതിന് ഈ ഒരു ബിഹേവിയർ പ്രോബ്ലംസുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ പറയാം. ഇനി അടുത്ത കാറ്റഗറി ആണെങ്കിൽ 2 and 3 ബേൺസ്. 2 and 3 ഡിഗ്രി ബേൺസ്. നമുക്കറിയാലോ, പൊള്ളലേക്കുമ്പോ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ കൈക്കൊക്കെ ഒരു ലെയർ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. ഒരു ലെയർ ആണോ നമ്മുടെ കൈക്ക്? അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഒരു ലെയർ മാത്രമേ ഉള്ളൂ? അല്ല. യെസ്, അതായത് ഈ 2 and 3 ഡിഗ്രി എന്ന് പറയുമ്പോൾ 2 എന്ന് പറയുമ്പോൾ നമുക്ക് ഔട്ടർ ലെയർ ഉണ്ട്, പിന്നെ എന്താണ്? അണ്ടർ ലെയർ ഉണ്ട്. ഔട്ടർ ലെയർ ഉണ്ട്, അണ്ടർ ലെയർ ഉണ്ട്. അതായത്
2 ഡിഗ്രിയിലൊക്കെ പറയുമ്പോൾ ഔട്ടർ ലെയറിലും എന്താ പറയാ ഇന്റർ ലെയർ ലെക്ചറിങ് ഔട്ടർ ലെയറിനൊക്കെ ആയിരിക്കും ചെറുതായിട്ട് പൊള്ളലേക്കുന്നത് 2 ഡിഗ്രി ബേൺസ് എന്ന് പറയുന്നത്. 3 ഡിഗ്രി ബേൺസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 3 ഡിഗ്രി ബേൺസ് ആണ് എന്ത്? ഡിസ്ട്രോയ് ഓൾ ലെയേഴ്സ് ഓഫ് ദ സ്കിൻ. നമ്മുടെ സ്കിന്നിന്റെ എല്ലാ ലെയേഴ്സിനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ പൊള്ളിപ്പിക്കുന്ന ഒരു ബേണിംഗ് ആണ് എന്ത്? 3 ഡിഗ്രി ബേൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സിവിയറിറ്റി ഓഫ് ബേൺ ഇഞ്ചുറി ആണ്. 2 എന്ന് പറയുമ്പോൾ 2 ലെയേഴ്സിന് മാത്രമേ അപകടങ്ങൾ സംഭവിക്കുള്ളൂ. 3 ഡിഗ്രി ബേൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സ്കിന്നിന്റെ എല്ലാ ലെയറും ഡിസ്ട്രോയ് ചെയ്തിട്ടായിരിക്കും ആ പൊള്ളൽ ഉണ്ടാവും. ഓക്കെ, അതാണ് 2 and 3 ഡിഗ്രി ബേൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്മീഡിയറ്റ് കണ്ടീഷൻ അല്ല, നമുക്ക് ഡിലേ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന കേസസ് ആണ് അത്. ഓക്കെ, 2 and 3 ഡിഗ്രി ബേൺസ് എന്ന് പറയുന്നത് കേട്ടോ. കാറ്റഗറി 2 എന്തൊക്കെയാണ്? ഫ്രാക്ചേഴ്സ്, ഡിസ്ലൊക്കേഷൻ, അബ്ഡോമിനൽ ഇഞ്ചുറീസ്, തൊറാക്സ്, ചെസ്റ്റിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ തടസ്സങ്ങൾ, ബ്രീതിങ് ഡിഫിക്കൽട്ടീസ്, യൂറോസ്പിരിച്വൽ ട്രാക്ട്, പിന്നെന്താണ്? സ്കൾ, ബ്രെയിൻ ആൻഡ് 2 and 3 ഡിഗ്രി ബേൺസസ് ആണ് കാറ്റഗറി 2 വരുന്നത് കേട്ടോ. ഓക്കെ, യെസ്, അവിടെ വരെ പഠിപ്പിക്കുന്നുള്ളൂ. അവിടെ വരെ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക കേട്ടോ 10th ക്ലാസ്സിൽ. ക്ലിയർ ആണോ? കാറ്റഗറി 1 ഉം 2 ഉം ക്ലിയർ ആണോ പിള്ളേരെ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. ട്രയേജ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതുകൊണ്ടല്ലേ ജസ്റ്റ് പഠിക്കാൻ പറഞ്ഞത്. ടു എന്താണ്? 2ലെ ഫ്രാക്ചേഴ്സ്, ഒടിവുകൾ, ഡിസ്ലൊക്കേറ്റഡ് ആവുന്നത്, പിന്നെ അബ്ഡോമിനിൽ സംഭവിക്കുന്ന ചെറിയ ഇഞ്ചുറീസ്, മുറിവുകളൊക്കെ ഇല്ലേ, അതേപോലെ ചെസ്റ്റിൽ ഉണ്ടാവുന്ന ചെറിയ തടസ്സങ്ങള്, യൂറിനറി ട്രാക്റ്റിൽ സംഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകള്, സ്കളിലും ബ്രെയിൻസിലൊക്കെ ഉണ്ടാവുന്ന ചില ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ്. ഓക്കെ, അതായത് ഒരുപാട് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഡിലേ ട്രീറ്റ്മെന്റ്സ് കൊടുക്കേണ്ട കേസസ് ആണ് എന്ന് പറഞ്ഞാലും. പക്ഷെ അവിടെ എന്താണ്? ട്രീറ്റ്മെന്റ് കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം അടുത്ത കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കേസസ് ആണ്. അതേപോലെ തന്നെ 2 and 3 ഡിഗ്രി ബേൺസ്. നമുക്ക് ഈ ബേൺസിൽ ഉണ്ടാവുന്ന പൊള്ളലുകളും എന്താണ്, സോറി, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഈ പൊള്ളലുകളുടെ അളവ് അനുസരിച്ച് നമുക്ക് ഈ ഒരു കാറ്റഗറി 2 ഇതെല്ലാം ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ അത് മുഴുവൻ എടുത്തേക്കാം. കഴിഞ്ഞത് കേട്ടോ. കാറ്റഗറി 3 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. മിനിമൽ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കേസസ് ആണ്. അതായത് ചെറിയ മുറിവുകള്, അല്ലെങ്കിൽ സ്മോൾ ഫ്രാക്ചറുകള്, സ്പ്രെയിൻ, കാല് കുളുങ്ങയൊക്കെ ചെയ്യില്ല, കാല് ഉളുക്കുക എന്ന് പറയില്ല, നമ്മള് ഉളുങ്ങാന്നല്ല പറയുന്നത്. സ്പ്രെയിൻ ഓരോ സ്ഥലത്ത് പല ഭാഷയായിരിക്കട്ടെ ചിലപ്പോൾ അത് പറയുന്നത്. കാല് ഉളുക്കി എന്നൊക്കെ പറയില്ല നമ്മള്, കാല് ഉളുക്കി, കൈ ഉളുക്കി എന്നൊക്കെ പറയുന്നത് സ്പ്രെയിൻ. ഓക്കെ, അതൊക്കെ കാറ്റഗറി 3 വരുന്നതാണ്. മിനിമൽ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട പ്രയോറിറ്റി 3 പേഷ്യൻസ് ആണ്. അടുത്തത് ഏതാണ്? കാറ്റഗറി 4 എക്സ്പെക്ടഡ് ട്രീറ്റ്മെന്റ് ആണ്. അതെങ്ങനെയുള്ള കേസസ് ആയിരിക്കും എക്സ്പെക്ടഡ് ട്രീറ്റ്മെന്റ്? ഡൈയിങ് ഓർ ഇഞ്ചേർഡ് വിത്ത് നോ ചാൻസ് ഓഫ് സർവൈവൽ. എന്താണ്? ജീവിക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കേസസുകളാണ് ഇവിടെ കാറ്റഗറി 4 വരുന്നത്. ഓക്കെ, മനസ്സിലായോ? അത് കാറ്റഗറി 3 മിനിമൽ ട്രീറ്റ്മെന്റ്, കാറ്റഗറി 4 എക്സ്പെക്ടഡ് ട്രീറ്റ്മെന്റ്സ് ഉള്ള പേഷ്യൻസ്. ഓക്കെ, ഇത്രയുള്ളൂ. അപ്പൊ ട്രയേജ് നമ്മൾ മുഴുവനും പറഞ്ഞു കേട്ടോ. അത് പഠിക്കാം. ഇത് പഠിക്കാൻ ഈ 1 ഉം 2 മാത്രമേ കുറെ കേസസ് വരുന്നുള്ളൂ. ബാക്കിയുള്ളത് വായിക്കാനുള്ളൂ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ശരി.